ഹലോ ക്ലാസ് 12 സ്റ്റുഡൻസ്, നിങ്ങളുടെ മാത്സ് എക്സാം ക്രിസ്മസിന് എങ്ങനെയായിരിക്കും വെയിറ്റേജ് ഉണ്ടാവുക? നിങ്ങൾ ടേം 2 കഴിഞ്ഞ വർഷത്തെ പേപ്പർ അനലൈസ് ചെയ്തിട്ടുള്ള വെയിറ്റേജ് ആണിത്. കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ ഈ വർഷം വരണമെന്നില്ല, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ഏകദേശം ഉണ്ടാവാറ്. ഓക്കെ, നമുക്ക് നോക്കാം വെയിറ്റേജിനനുസരിച്ച് നിങ്ങൾ ആ ചാപ്റ്ററിൽ കൂടുതൽ പഠിക്കൂ, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും, കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. പിന്നെ മറക്കണ്ട, നിങ്ങളുടെ എക്സാമിന് മുമ്പ് 17-ാം തീയതി ലൈവ് ഉണ്ടാവുന്നതായിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. അതിന് മുമ്പ് ദിവസം എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ചെയ്യാം. പിന്നെ മക്കളെ, ഇത് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന് നമ്മൾ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആഡ് കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ ജോയിൻ ചെയ്തോ. അടിപൊളിയായിട്ട് ക്രാഷ് ബാച്ചിൽ മൊത്തം പഠിപ്പിക്കുന്നതായിരിക്കും. ആ ഫുൾ മാർക്കും ഫുൾ A+ ഉള്ള ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ നിങ്ങൾ നോക്കേണ്ടത് ഓണം എക്സാം ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ക്ലാരിറ്റി ചെയ്യാൻ ഓണം എക്സാം ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓണം എക്സാം ചാപ്റ്റേഴ്സ് ഒഴിവാക്കുക അങ്ങനെ പരിപാടി ഒന്നുമില്ല, അതുണ്ട്. റിലേഷനിൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇൻവേഴ്സിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, മെട്രിസീസിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഡിറ്റർമിനൻസിൽ നമ്മുടെ മേട്രിക്സ് മെത്തേഡിലെ ക്വസ്റ്റ്യൻ അതിൽ 6 മാർക്ക് വരുന്നു. ഓക്കെ, മേട്രിക്സ് മെത്തേഡിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് വരുന്നത് 6 മാർക്കിൻ്റെ. അത് കഴിഞ്ഞ വർഷം അങ്ങനെ വന്നു, ഈ വർഷം അങ്ങനെ തന്നെ വരണമെന്നില്ല. പക്ഷേ പൊതുവെ 6 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ലേ, ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിൻ്റെ ആ ക്വസ്റ്റ്യനാണ് വരിക. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി 4 വന്നിട്ടുള്ളത്. നമ്മൾ ടേം 1 ഇതോടെ കഴിഞ്ഞു. ടേം 1 കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടേം 2ൻ്റെ നമ്പേഴ്സ് വലുതാവുന്ന കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ കാൽക്കുലസിലാണ് മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ സൈൻ എക്സ് കോസ് എക്സ് ഏറ്റവും മാക്സിമം എവിടെയാണ് മാറുന്നത്, അതിൻ്റെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ഡിക്രീസിങ് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഈ ചാർട്ട് കണ്ടാൽ മനസ്സിലായി ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ആക്ച്വലി ഉള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. പിന്നെ ഇൻ്റഗ്രൽസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. 2 ക്വസ്റ്റ്യനാണ് ഇൻ്റഗ്രൽസിന് ഉണ്ടാവുക. ചിലപ്പം ഒരു 3, ഒരു 4, ഒരു 6 അങ്ങനെയാണ് പൊതുവെ 3, 4, 6 മാർക്കിലാണ് വരിക. 3 മാർക്കിന് സിമ്പിൾ ഇൻ്റഗ്രേഷൻ ആയിരിക്കും. നമ്മുടെ നേരെ കാണുന്ന ഡയറക്റ്റ് റിസൾട്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇനി 4 മാർക്കിലേക്ക് വരുമ്പോൾ ചിലപ്പം എന്താണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുന്നത്. 6 മാർക്കിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു 3 പാർട്ട് ഉണ്ട്. ഒരു ഐലേറ്റ് ഉണ്ടാവും, ഒരു പാർഷ്യൽ ഫ്രാക്ഷൻ. ബേസിക്കലി ചാപ്റ്ററിൻ്റെ എല്ലാ മുക്കും മുന്നിൽ നിന്ന് അവരെടുത്ത് ചോദിക്കും. അപ്പോൾ ഇൻ്റഗ്രേഷൻ 3, 4, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇവിടെയും 3, 4, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെയാണ് 13 വരുന്നത്. അതേപോലെ 3D ജോമെട്രിയിലും 3, 4, 6 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഞാൻ പറഞ്ഞ പോലെ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പ്രാക്ടിക്കൽ വരുന്നുണ്ട്, ഇൻക്രീസിങ്, ഡിക്രീസിങ്, സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, സ്ട്രിക്ട്ലി ഡിക്രീസിങ്, ക്രിട്ടിക്കൽ പോയിന്റ്സിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കൂടുതലായിട്ട് ചോദിച്ചു. നിങ്ങൾക്ക് വേരിയബിൾ സെപ്പറബിളും മറ്റേ ലാസ്റ്റ് ടൈപ്പ് ഫോർമുലയാണ് എപ്പോഴും വരാറ്, പൊതുവെ ലീനിയറും. ഓക്കെ, പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് നടുക്കിലുള്ള വന്നു എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഹോമോജീനിയസും പഠിക്കണം, 3 ടൈപ്പ് പഠിക്കണം. 3-ൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നു. ഡിഫറൻഷ്യലിന് കുറച്ച് വെയിറ്റേജ് കഴിഞ്ഞ വർഷം കൂടി കുറച്ച് ടഫായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെക്ടർ ആൽജിബ്ര 7 മാർക്സ് ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നുള്ളൂ. 7 മാർക്സ് ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ചാപ്റ്റർ വെയിറ്റേജ് വരുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത മക്കളെ ടോട്ടൽ എത്ര കിട്ടുക? 80 മാർക്സ്. ഇനി രസമുള്ള കാര്യം എന്താ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കണമെങ്കിൽ 80 വേണ്ട, നിങ്ങൾക്ക് 60 മതി. ഓക്കെ, 60 മതി. 4 നിങ്ങൾ നോക്കേണ്ട അവസാനത്തെ 6 മാർക്ക് ക്വസ്റ്റ്യനിൽ 3 ഔട്ട് ഓഫ് 4 ഇതാണ് 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരെണ്ണം ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം 6 മാർക്ക് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വരിക? ഡിറ്റർമിനൻസിന് ഒരെണ്ണം വരും. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇൻ്റഗ്രൽസ്, 3D ജോമെട്രി. ഈ 4 ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് 6 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത്. അതിൽ ഒരെണ്ണം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ തന്നെ ഇങ്ങനെ ശരിയാക്കണം. ഫോർ എക്സാമ്പിൾ ഡിറ്റർമിനൻസിലെ മേട്രിക്സ് മെത്തേഡ് നിങ്ങൾ എല്ലാവരും പഠിച്ചു. അപ്പോൾ അത് ഒഴിവാക്കണ്ട. എന്താണെങ്കിലും നിങ്ങൾ പഠിക്കണം. ഓണം എക്സാമിന് പഠിച്ചു, ഇവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്താണ് A ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു അത് പഠിച്ചു. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്തും വരാം, അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നോ. ഇൻ്റഗ്രൽസ് എന്താണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് പഠിച്ചാൽ അടുത്ത ചാപ്റ്റേഴ്സ് കിട്ടുള്ളൂ. 3D ജോമെട്രിയിൽ വേണമെങ്കിൽ 6 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. നിങ്ങൾ നോക്കേണ്ട 4 ക്വസ്റ്റ്യനിൽ 3 ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് 3 മാർക്കൊക്കെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. 4 മാർക്കിലായിരിക്കും കൂടുതൽ ഡിഫിക്കൽട്ടി ഉണ്ടാവുക. ഓക്കെ, അപ്പം 60 മാർക്ക് മതി ടോട്ടൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ. നിങ്ങൾക്ക് 54 മേലെ കിട്ടിയാൽ A+ കിട്ടും. നിങ്ങളെ കൊണ്ട് പറ്റും. ഇന്ന് വൈകുന്നേരം നിങ്ങൾ ഫുൾ നമ്മുടെ 50 ഷുവർ ക്വസ്റ്റ്യൻസ് വന്ന് ചെയ്യുക. അങ്ങനെയാണ് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. നിങ്ങൾ ഉറപ്പാണ് മക്കളെ നാളത്തെ എക്സാമിന് A+ മേടിക്കുകയുള്ളൂ. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കണം, ഇരുന്ന് ചെയ്യണം, അങ്ങനെയാണ് കിട്ടിക്കോളും. ഓക്കെ, പിന്നെ നിങ്ങളുടെ ക്രാഷ് ബാച്ചിനെ പറ്റി ഡീറ്റെയിൽസ് ഇടുന്നു. നീറ്റും ജെയിനും ക്രാഷ് ബാച്ചിൻ്റെ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമുക്ക് ലൈവിൽ കാണാം. പിന്നെ ഇത് ലൈവിന് വരാൻ മറക്കരുത്. അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.